ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. കാലത്തിനെ തന്നെയാണ് സത്യം. കാലം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. സമയമാണ് നമ്മുടെ മൂലധനം. അല്ലാഹു തആല ഏത് വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടോ ആ സാധനങ്ങളെല്ലാം വളരെ വലുതാണ്. കാലം 3 കാലമാണ്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദഹ്റു സലാസ, കാലം 3 ഒന്ന് അല്ലൗ, ഇന്ന് എന്നത് കാലത്തിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ മറ്റൊരു ഭാഗമാണ് അംസി, ഇന്നലെ കഴിഞ്ഞുപോയി. മറ്റൊന്ന് ഗദൻ, നാളെ. ഇങ്ങനെ 3 കാലങ്ങളാണ്. 3 നമ്മുടെ കാലം. ഒന്ന് ഇന്ന്, മറ്റൊന്ന് ഇന്നലെ, മറ്റൊന്ന് നാളെ. നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുള്ളത് അല്ലവും, ഇന്നലെ കഴിഞ്ഞുപോയി. നാളെ നാം ഉണ്ടാകുമോ എന്ന് പറയാനും കഴിയില്ല. അപ്പോൾ എന്തെങ്കിലും സുഹൃതങ്ങൾ ചെയ്യാൻ നമ്മുടെ മുന്നിലുള്ള വലിയ ഒരു ടൈം അല്ലവും, ഇന്നാണ്. അപ്പൊ കാലം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മുടെ ആയുസ്, നമ്മുടെ കാലം വളരെ പെട്ടെന്ന് നശിക്കുന്നതായ ഒരു ബോക്സിൽ ഐസ് വെച്ച് കച്ചവടം നടത്തുന്ന മനുഷ്യനെ പോലെയാണ് നമ്മുടെ ആയുസ്. ആ ബോക്സ് സാധാ ഒരു ബോക്സൻ. സാധാ ബോക്സിൽ ഐസും കച്ചവടം നടത്തുന്ന വ്യക്തി ആളുകളുമായി സൊറച്ചു നടന്നാൽ, അല്ലെങ്കിൽ കച്ചവടം നടത്താതെ വെറുതെ ഇരുന്നാൽ, അവന്റെ ആയുസ്, അവന്റെ ഈ ഐസത അലിഞ്ഞു പോകുന്നു. മൂലധനം നഷ്ടപ്പെടുന്നു. മൂലധനം നഷ്ടപ്പെട്ടു പോയാൽ അവനിക്കോ, അവന്റെ ഭാര്യക്കോ, മക്കൾക്കോ, കുടുംബത്തിനോ, ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ഒന്നും കഴിയാതെ ആ മൂലധനം നഷ്ടപ്പെട്ടു പോകുന്നു. അതുപോലെ മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും നമ്മുടെ സമയം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആ സമയം അൽ വഖ്തു സൈഫുൻ, സമയം എന്നതൊരു വാളാണ്. ഇല്ലം തഖ്തഉഹു ഫഇന്നഹു യഖ്തഉക, ആ വാളിനെ നീ മുറിച്ചിട്ടില്ല എങ്കിൽ, നീ നല്ല വിഷയത്തിലേക്ക് അതിനെ ചെലവഴിച്ചിട്ടില്ല എങ്കിൽ അത് നിന്നെ മുറിച്ചു കളയുമെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ കാലം വളരെ പ്രധാനപ്പെട്ട. നമ്മുടെ സമയങ്ങളെല്ലാം അല്ലാഹു തആല പൊരുത്തപ്പെട്ട മേഖലയിലേക്ക് തിരിക്കാൻ എല്ലാവിധ ഭാഗ്യവും അല്ലാഹു നൽകുമാറാവട്ടെ. അല്ലാഹു പറയുന്നു, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും എല്ലാ മനുഷ്യരും നഷ്ടത്തിലും, എല്ലാവരും പരാജയത്തിലും. അപ്പൊ എല്ലാ മനുഷ്യന്മാരും എന്ന് പറയുമ്പോ അതിൽ പ്രധാനമന്ത്രിമാരുണ്ട്, മുഖ്യമന്ത്രിമാരുണ്ട്, ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്, ഭൗതികയിൽ പ്രവർത്തിക്കുന്ന പല ആളുകളുമുണ്ട്. അവർക്കെവിടെ നഷ്ടം? അവർക്ക് നഷ്ടമില്ലല്ലോ എന്ന് സംശയിക്കാൻ പാടില്ല. കാരണം ഈ നഷ്ടം ആഖിറത്തിലാണ്. എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. ആരൊഴികെ പ്രധാനമായും ചില വിഷയങ്ങളുള്ളവർ അവര് പരാജിതരല്ല. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. 4 വിശേഷണങ്ങളുള്ള മനുഷ്യന്മാർ അവര് വിജയത്തിലാണ്, അവര് നഷ്ടത്തിലല്ല, അവര് പരാജയത്തിലല്ല. ആരാണ്? ഒന്നാമതായി ഖുർആൻ പറയുന്നു, ഇല്ലല്ലദീന ആമനൂ. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ മുറ പോലെ വിശ്വസിച്ചവർ. എന്തെങ്കിലും വിശ്വസിച്ചാൻ പറ്റൂല. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വിശ്വസിക്കാൻ പറഞ്ഞതായ കാര്യം വിശ്വസിക്കണം. നമുക്കറിയാമല്ലോ, ഒന്നാമത്തെ വിശ്വാസം അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസമാണ്. ഏത് അല്ലാഹു? 20 നിർബന്ധമായ വിശേഷണങ്ങളും 20 സംഭവിക്കാൻ പാടില്ലാത്ത വിശേഷണങ്ങളും ഒരു അനുവദനീയമായ വിശേഷണങ്ങളുമുള്ള അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. 41 വിശേഷണങ്ങളുള്ള അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കാനാണ് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി പറയുന്നത്.
ആ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം എന്താണെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുന്നു, എന്തു വേണം അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണ്. സാധാരണ ആളല്ല, അസാധാരണ വ്യക്തിത്വമാണ് എന്ന് വിശ്വസിക്കുമ്പോഴേ ഏകനായ നിലയിൽ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ. ഹൽ തഅരിഫൂന ബിൽ ഈമാനി ബില്ലാഹി വഹ്ദഹു, അള്ളാഹുവിനെ കൊണ്ട് ഏകനായി വിശ്വസിക്കുക എന്നതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി വിശദീകരിക്കുന്നു, വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണ് എന്നുള്ള ആ ഖരീനത്തായ വിശ്വാസം കൂടി ഉണ്ടാകുമ്പോഴേ ഏകനായ നിലയിലുള്ള അള്ളാഹുവിന്റെ വിശ്വാസം ശരിയാവുകയുള്ളൂ.